ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറേ നാളോടെ കൂടി ഒരു വീഡിയോ ഇട്ടിട്ടാണ്. ഓൾമോസ്റ്റ് ഒരു മാസത്തിന് മുകളിലായി നമ്മൾ വേറെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഞങ്ങളുടെ PR-ൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നു, പ്രോസസ്സിങ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻസും കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ചെയ്യാനുള്ള തിരക്കിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോയിൽ വരാഞ്ഞ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എല്ലാം ഒതുങ്ങി, കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. അപ്പം നമ്മൾ ഇന്ന് വന്നത് നമ്മളൊരു വലിയ യാത്ര അതൊരു വലിയ യാത്ര പോവാണ്. വലിയ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് ടൊറൻറ്റോയിലാണ്. ഒണ്ടാരിയോ പ്രൊവിൻസിലെ ടൊറൻറ്റോയിലാണ് നിൽക്കുന്നത്. ടൊറൻറ്റോയിൽ നിന്ന് നമ്മൾ നോവാ സ്കോഷ്യക്ക് ബൈ കാറ് പോകുകയാണ്. അല്ലേ അച്യുത? അച്യുതൻ ഓക്കെ ആണോ? അച്യുതൻ ഓക്കെ ആണോടാ? ഇല്ല, അച്യുതൻ ഓക്കെ അല്ല. അച്യുതൻ ഓക്കെ അല്ല. അപ്പം നമ്മള് ഇപ്പം അച്യുത ഇതുണ്ടോ? അച്യുത അച്യുതൻ ഓക്കെ. അച്യുതൻ ഷൂ അച്യുതൻ ഓക്കെ. അപ്പം നമ്മൾ ഇവിടുന്ന് ടൊറൻറ്റോയിൽ നിന്ന് നേരെ നോവാസ്കോഷ്യക്ക് പോവാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഫാമിലി ഇങ്ങോട്ട് വരുന്നുണ്ട്. മറ്റാരുമല്ല, ഇവളുടെ ചേച്ചിയും ഹസ്ബൻഡും 2 പിള്ളേരും കൂടെ നോവാസ്കോഷ്യയിലോട്ട് വരുവാ അല്ലേ? നോവാസ്കോഷ്യയിലോട്ട് വരുവാണ്. അപ്പം ഞങ്ങൾ അവരെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ 2 ആഴ്ചത്തേന് വെക്കേഷൻ ലീവ് എടുത്തു. അപ്പം ഞങ്ങളുടെ യാത്ര ഇവിടുന്ന് ടൊറൻറ്റോയിൽ നിന്ന് 2000 കിലോമീറ്റർ ആണ്. അപ്പം ഞങ്ങൾ ബൈ കാറിനാണ് പോകുന്നത്. 500 കിലോമീറ്റർ അല്ല, ഓരോ 100, 150 അല്ലെങ്കിൽ മാക്സിമം 200 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ഓടിക്കും. എന്നിട്ട് എവിടെയെങ്കിലും നിർത്തും. അച്യുതനൂടെ കൂടെ ഉള്ളതുകൊണ്ട് നിർത്തും. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അച്യുതൻ ഒരു റിലാക്സ് ആകാനായിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും കോഫി കുടിക്കാനോ എവിടെയെങ്കിലും ഒന്ന് കയറും. അങ്ങനെ ഒരു 200 കിലോമീറ്റർ വീതം ഓടിച്ച് പോകാനായിട്ടാണ്. ഇതിനിടയ്ക്ക് നമ്മൾ ഒരു 2 ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹോട്ടലെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടല്. അപ്പം ഇവിടുന്ന് എടുത്തിരിക്കുന്നത്, നീ എന്നെ മിണ്ടാതിരിക്കുന്നത് എന്നാ നീ പറഞ്ഞു. അപ്പൊ നമ്മള് മോട്ടലില് റൂം എടുത്തിട്ടുണ്ട്. അപ്പം അവിടെ നമ്മള് മാക്സിമം 4 ദിവസം കൊണ്ട് പതുക്കെ എത്താനുള്ള പരിപാടിയിലാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി, അവർ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകണം. തന്നെയല്ല, ചേച്ചിയുടെ കോളേജിലും അങ്ങനെയൊക്കെ ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ വണ്ടിക്ക് വന്നത്. പിന്നെ അത് തന്നെയല്ല, ഞങ്ങള് ഭയങ്കര ട്രാവലിങ്ങിന്റെ പ്രോയാണ്. അപ്പം എപ്പം ഏത് ഗ്യാപ്പ് കിട്ടിയാലും ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോകും. അത് കാരണം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വണ്ടി ഓടിക്കാനും ഇവക്ക് വണ്ടി ഇരിക്കാനും യാത്ര. ഇവളും വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പം എനിക്ക് അത്രയ്ക്കും എന്തെങ്കിലും ഒരു ഗ്യാപ്പ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ. അപ്പൊ ഇതാണ് ഇന്നത്തെ വിശേഷം. ഇവനും ഭയങ്കര താല്പര്യം കേട്ടോ വണ്ടിയെ പോകാനായിട്ട്. അല്ലേ അച്യുത? അല്ലേ അച്യുത? ഇഷ്ടമാണോ യാത്ര പോകാനായിട്ട്? ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഏതായാലും ഇറങ്ങാം. ഞങ്ങൾ സാധനം എല്ലാം ഓൾറെഡി വണ്ടിയെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞ് അതെ, ഞങ്ങളൊരു 2, 3, 4, 5 പാർട്ടൊക്കെ ആയിട്ടായിട്ട് ഇടുന്നത്. അപ്പം എല്ലാവരും വാച്ച് ചെയ്യുക. ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഗ്യാപ്പ്, നല്ല അടിപൊളി സെറ്റപ്പുകളൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഞങ്ങൾ വീഡിയോക്കകത്ത് കയറ്റിയിടാം. അപ്പം സ്റ്റേയുടെ കാര്യം പറഞ്ഞില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ഒട്ടാവയിൽ ഒരു സ്റ്റോപ്പ്, അവിടെ ഒട്ടാവ ഒന്ന് കറങ്ങിയിട്ട് പിന്നെ അടുത്ത ക്യൂബക് സിറ്റിയിൽ ഒരു സ്റ്റോപ്പ്, ക്യൂബക് സിറ്റി ഒന്ന് കറങ്ങിയിട്ട് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് അതെ 3 സ്റ്റോപ്പ് 3 സ്റ്റോപ്പ്. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഹാലിഫാക്സിലെ എന്റെ കൂടെ പഠിച്ച ചേച്ചിയാണ്. ഞങ്ങൾ അവരുടെ വീട്ടിൽ സ്റ്റേ ചെയ്യുന്നു. ബാക്കിയെല്ലാം നമുക്ക് വരും പോലെ കാണാം. അപ്പൊ എന്താണേലും ഞങ്ങൾ ഓൾറെഡി സാധനങ്ങളെല്ലാം വണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും വെളിയിലോട്ട് ഇറങ്ങിയിട്ട് എല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് വീടൊക്കെ പൂട്ടി, അച്യുതന് ഏട്ടനും ഇവിടെയുണ്ട്. നമ്മള് വീടൊക്കെ ലോക്ക് ചെയ്ത് നമ്മളിതാ ഇറങ്ങുകയാണ്. അങ്ങനെ ഒഫീഷ്യൽ വെക്കേഷൻ ഇവിടെ സ്റ്റാർട്ട് ആകുകയാണ്. ഇനി 2 ആഴ്ചത്തേക്കിന് അടിച്ച് പൊളിക്കാനാണ് നമ്മുടെ പരിപാടി. ഇതാണ് എന്റെ ചെറുക്കൻ, ഇതിനാണ് പോകുന്നത്, ടൊയോട്ട കൊറോള. അപ്പം ഇപ്പം വണ്ടിയുടെ അവസ്ഥയെന്ന് വെച്ചാൽ വിന്റർ ടയർ ആണ് കിടക്കുന്നത്. പോകുന്ന വഴിക്ക് മഞ്ഞ് പെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ട് ഞാനത് മാറ്റിയില്ല. പിന്നെ വണ്ടി ഫുൾ ടാങ്ക് അടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ അച്യുതനെ ആദ്യമേ സെറ്റ് ചെയ്യണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പം അച്യുതനെ നമുക്ക്
കാർ സീറ്റ് അവിടെ കിടന്നുള്ള അടിപൊളി. ബാക്കി ഞാൻ സെറ്റ് ചെയ്തോളാം. ഞാൻ കിടത്തിക്കോളാം. എന്താണ് നമ്മുടെ കാർ സീറ്റിൽ സെറ്റ് ചെയ്ത് കിടപ്പുണ്ട്. എന്തോ കാര്യമായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഡിക്കി നിറച്ചും, ഡിക്കിയല്ല ട്രങ്ക് നിറച്ചും സാധനങ്ങളാണ്. കണ്ടോ, കംപ്ലീറ്റ് അച്യുതൻ്റെ സ്ട്രോളറും ഞങ്ങളുടെ സാധനങ്ങളും എല്ലാം കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഓവറോൾ യാത്ര. അപ്പോൾ ഇതാണ് ഞങ്ങൾ യാത്രയ്ക്ക് ഇറങ്ങുകയാണ്. അപ്പം നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം. ഇറങ്ങുകയാണ്. ഒഫീഷ്യൽ വെക്കേഷൻ തുടങ്ങി. അപ്പോൾ നമുക്ക് യാത്ര തിരിക്കാം. യാത്രയിലൂടെ നമുക്ക് കാണാം. ടാറ്റാ. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം 11 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമുക്കിനി ഒരു 2000 കിലോമീറ്ററുടെ ഉള്ളു പോകാനായിട്ട്. വെറും 2000. അപ്പം ഞങ്ങളിപ്പം ഈ യാത്രയ്ക്ക് പയ്യെ പറയാം. അച്യുതന് ഉറക്കമാണ്. അപ്പം ഇവിടെ കിടപ്പുണ്ട്. എനിക്ക് അവനെ കാണാം. ഞാൻ അത്രയ്ക്ക് സീറ്റ് പുറകോട്ട് ഇറക്കിയിട്ടിരിക്കും. സാധാരണഗതി ഞാനിപ്പോൾ പുറകിലിരിക്കാറ് എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പം ഞാൻ ഫ്രണ്ടിൽ ഇറങ്ങിയിരുന്നു. അവൻ നല്ലോണം ഉറങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ കയറിയിരുന്നു. പിന്നെ നമ്മൾ വേറൊരു കാര്യമുണ്ട്. ഈ യാത്രയ്ക്ക് വണ്ടിയെ തന്നെ പോകാം എന്ന് പറഞ്ഞതിന് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫ്ലൈറ്റ് ടിക്കറ്റ് ഭയങ്കര റേറ്റായിട്ട് കാണിക്കുന്നുണ്ട് ഞങ്ങൾ നോക്കിയപ്പോഴത്തേനും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാഴ്ച കണ്ട് കറങ്ങി നടന്നു പോകാൻ പറ്റത്തില്ലല്ലോ. അതാണ് മെയിൻ കാര്യം. പോയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒന്നുമല്ല കാര്യം. ഫ്ലൈറ്റിന് പോയി കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് അവിടെ ചെല്ലും. അതല്ലല്ലോ ഇത്രയും ദിവസം എടുത്ത് ചെല്ലാൻ പറ്റത്തില്ലല്ലോ, കറങ്ങാൻ പറ്റത്തില്ലല്ലോ. അതല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് വയ്യ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് വേണം പോകാനായിട്ട്. നാട്ടാരെ കണ്ടു വേണം പോകാൻ. അയ്യോ, ബ്ലോക്ക് ആണല്ലോ. ഞാനേ ഈ മാപ്പിൻ്റെ അകത്ത് നോക്കിയപ്പോഴത്തേനും ഇത് കണ്ടോ, ഇത് മുഴുവൻ ലേക്കാ ഈ നീല കളറിൽ കാണുന്നത്. എന്നാ അവിടെ ഒന്ന് പോയിട്ടേ ഉള്ളൂ വരുന്നുള്ളേ. അതെ, നമുക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ കാണാനായിട്ടാണ് ഞാൻ വണ്ടി എടുത്തത് തന്നെ. മെയിൻ കാര്യം അതാണ്. അപ്പം നമുക്ക് ആ ലേക്ക് ഒന്ന് പോയി കണ്ടേക്കാം. എക്സിറ്റ് എടുത്തു. ഏതെങ്കിലും എക്സിറ്റ് എടുത്താൽ എവിടെയെങ്കിലും ഒക്കെ ചെല്ലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. വണ്ടി ഞാൻ അവിടെ ഇട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, മാപ്പിൽ ഞാനൊരു ഇത് കണ്ടായിരുന്നേ. അന്നേരം അത് കണ്ട് എനിക്കറിയാം അത് നല്ലൊരു വ്യൂ ആണെന്ന്. കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലമായത് കേട്ടോ. ഭയങ്കര സെറ്റപ്പ് സ്ഥലം. ഞങ്ങൾ അന്നേരം അവിടുന്ന് അടുത്ത എക്സിറ്റ് എടുത്തു. അവിടുന്ന് നേരെ വെളിയിലോട്ട് ഇറങ്ങിയ. ഇതിങ്ങനെ നടക്കാനായിട്ടൊരു ട്രെയിലാണ് കേട്ടോ. ഈ ട്രെയിൽ വഴി ഇങ്ങനെ നടക്കാം. ആൾക്കാർ നടക്കാനും സൈക്ലിങ്ങിനും ഒക്കെ ആയിട്ട് ഇതെടുക്കും. ഇത് ഭയങ്കര സെറ്റപ്പാട്ടോ. തിരമാല പോലെ തന്നെ. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ കണ്ടിട്ട് ചുമ്മാ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ വന്ന. അന്നേരം ഇത് കണ്ട പുറയിലത്തെ ഒരു ഭയങ്കര, അതെ ഭയങ്കര ഡേഞ്ചർ എന്ന് പറഞ്ഞു. അവിടെ തിട്ട ഇടിയും. പക്ഷെ ഭയങ്കര രസം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത അടിപൊളി. അതെ, അവിടെ ക്യാമറ കിട്ടത്തില്ല. കാരണം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു സെറ്റപ്പ് ക്യാമറ കിട്ടത്തില്ല. അച്യുതൻ വണ്ടിയെ തന്നെയാ ഞങ്ങൾ അങ്ങോട്ട് പോവാം. അപ്പൊ എന്നാണേലും
ചിച്ചു കാണിച്ചേക്ക്. ഓ ഞങ്ങളിപ്പോ ഉറക്കം കഴിഞ്ഞ് എണീറ്റതേ ഉള്ളേ ഷാറേ. അച്യുതാ ഗുഡ് മോർണിംഗ്. അച്യുതാ ഗുഡ് മോർണിംഗ്. അച്യുതോ എടാ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ. ഹായ് അച്യുതോ, ഗുഡ് മോർണിംഗ്. സൂപ്പർ അച്യുതോ, ഗുഡ് മോർണിംഗ്. ഞങ്ങള് ഭയങ്കര ഉറക്കമായിരുന്നു. ഞങ്ങള് ഈ സ്ഥലത്തുനിന്ന് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേനുമാണ് നമ്മുടെ അച്യുതൻ കുട്ടൻ എണീറ്റത്. ഇനി അവനെ ആയിട്ട് കുറച്ചു നേരം അവിടെ പോയി ഇരുന്നേച്ച് ഞങ്ങള് പോകാന്നോർത്ത് അല്ലേ അച്യുതാ? ദേ ആണ്ട കടല് കാണാൻ പോവാം. അച്യുതാ വാ, കടല് കാണാൻ പോവാം. അച്യുതൻ വർക്കില്ല. അച്യുതാ അജുന് സൂപ്പർ അച്യുതാ, സൂപ്പർ അച്യുതാ. ഭയങ്കര നല്ല സൂപ്പർ ഉറക്കമാണ്. എന്നാ വാ നമുക്ക് പോയേക്കാം. ഞാൻ ഓടിച്ചോളാം. അപ്പം ഞങ്ങള് ഇവിടുന്ന് പോവുകയാണ്. അച്യുതനെ ഞങ്ങളിവിടെ ഒരു ചായക്കട വന്നിട്ട് അല്ലേ അച്യുതനെ കടത്തി. ഹായ്. അച്യുതൻ്റെ നടുവൊക്കെ ഒന്ന് നൂർക്കാനായിട്ട്, അല്ലെങ്കിൽ അല്ലേ അച്യുതൻ്റെ മടങ്ങിയിരുന്നിട്ട് അവന് ഭയങ്കര ബുദ്ധിമുട്ടാകും. ഇതാകുമ്പോൾ അവന് വലിയ പ്രശ്നം വരത്തില്ല. കണ്ടോ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അച്യുതനെ അവിടെ എവിടെയായാലും ചെന്ന് കഴിഞ്ഞാൽ ഇതാ ഭയങ്കര വൃത്തിയാക്കല. എന്നിട്ട് ഞാൻ ഒരുമാതിരി, എന്നിട്ട് എല്ലാരും ഭർത്താക്കന്മാരുടെ വിചാരം. പക്ഷെ നമ്മൾ ശരിക്കും എന്നാണ് എല്ലാവരും കാണരുത്, തൂത്ത് കളഞ്ഞേക്കാം. ഏത് എവിടെയായാലും ആൾക്കാർ കൂടി ഇത് കണ്ടോ, ഇതൊരു കടയാ. അപ്പുറത്ത് ആൾക്കാരൊക്കെ എവിടെയെങ്കിലും പോയി നിന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ വൃത്തിയാക്കാൻ അവിടെ എന്നേലും ചെറിയ എന്നേലും പൊടിയോ എന്നേലും ഒക്കെ ഇരിക്കും. എല്ലാവരും കാണണമെന്ന് വെച്ച് വൃത്തിയാക്കുമ്പോൾ എന്നിട്ട് നാട്ടുകാർ മുഴുവൻ നമ്മൾ ഒരുമാതിരി പൊട്ടം നിൽക്കുന്ന പോലെ നിൽക്കുക. എന്റെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഞാനതൊക്കെ പറയൂ. ഇല്ല, എനിക്കതൊക്കെ സന്തോഷമുള്ളൂ. കാരണം എന്റെ വൃത്തികാരല്ലേ മാറ്റുന്നത്. അത്ര വൃത്തികേടങ്ങ് മാറി ആ കണ്ണാടി വെച്ച അത്ര. കണ്ടോ മദാമ മോഡേൺ മദാമ, മോഡേൺ മദാമനെ കണ്ടോ? ഈ ഭാര്യമാരെ കളിയാക്കാൻ എന്റെ ക്ലാസ് ഞാൻ മേടിച്ചു. എന്നാ മേടിച്ചു കൊടുത്താലും തന്റെ ഞാനൊന്നും പറയുന്നില്ല. കാല ഒരെണ്ണം കിടക്കുന്നത് അത് ഞാൻ മേടിച്ചു. എല്ലാരും ട്രാൻസാക്ഷന്റെ ഹിസ്റ്ററി കാണിക്കും, ആരുടെ കാർഡിൽ ഇതൊക്കെ പോയത്. എന്നാണേലും നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകണ്ട എല്ലാം പോകുന്നുണ്ട്. അല്ലേ അച്യുത? അച്യുതൻ വേണ്ട, അച്യുതൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കിടപ്പുണ്ട്. അച്യുത അച്യുത എന്നാ വേണ്ടേ? ഏതാണ്ട് പോയി കണ്ടേച്ച് വന്നാണ്. നിനക്ക് എന്നാ വേണ്ട? ഇപ്പം അല്ല കഴിച്ചത്, ഇനി കുറച്ച് കഴിഞ്ഞ് ഉച്ചക്ക്. ആണോ അച്യുത? മാറിയിരുന്നോ? വേണ്ട, നീ അവിടെ പോയിരുന്നു, ഞാൻ എടുത്തോളാം. പറ്റിക്കാൻ വെറുതെ. അല്ല അവിടെ നിന്നോ.
ആ അതെടുത്ത് ആ എടുത്തടി. അപ്പം ഞങ്ങൾ അങ്ങനെ വേറെ ഒരു ചായക്കടയിലും കയറി വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷായി. അച്യുതനും ഫ്രഷായി. ആ നമ്മുടെ പത്നിയാണ് ഇപ്പം വണ്ടി ഓടിക്കുന്നത്. ആ പത്നി എന്നല്ല കേട്ടോ, പത്നി. ഇഗ്നിയുടെ വിഘ്നത്തിന്റെ ഇഗ്ന ഇല്ലേ, ആ പത്നിയാണ് വണ്ടി ഓടിക്കുന്നത്. പറപ്പിച്ചു വിടു പാപ്പാ, പറപ്പിച്ചു വിടു പാപ്പാ. പാപ്പനോട് പറഞ്ഞ പാപ്പൻ കേക്കത്തില്ല. അച്യുതാ നോ, അച്യുതാ നോ. ആ അപ്പം നമ്മുടെ യാത്ര സന്ധ്യയോട് അടുത്തിരിക്കുന്നു. അപ്പം ഇനി ഇവിടുന്ന് ഒരു 300 കിലോമീറ്ററോടെ ഉണ്ട്. രാത്രിയാകും അവിടെ നമ്മളുടെ റൂമിലെത്തുമ്പോഴത്തേനും. അപ്പം ഞങ്ങൾ ഇന്ന് നമുക്ക് അധികം സ്ഥലങ്ങളിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അടുത്ത ദിവസം തൊട്ടാണ് നമ്മളെ ഡേ 2 തൊട്ടിട്ടാണ് നമ്മുടെ യാത്ര ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് മൊത്തം യാത്രയാണ്. അപ്പം കംപ്ലീറ്റ് നമ്മൾ താമസിക്കുന്ന അനുസരിച്ച് പിന്നെയും നമ്മൾ റൂമിലെത്താനായിട്ട് താമസം വരും. അപ്പം ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് എന്താ പറയുന്നത്, ഇത് ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് കാണുക. ഇതിൻ്റെ അകത്ത് നമുക്ക് അധികം ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അച്യുതൻ്റെ കുറച്ച് ഡേ ടു ട്രാവൽ ഡേ ആസ് യൂഷ്വലാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്. താങ്ക് യു.